ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സാർ ഞാൻ അറസ്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചവനാണ് എച്ച് വെങ്കടേഷ്. ഇപ്പോഴുള്ള മന്ത്രിസഭയിൽ ഒരു മന്ത്രി. പിന്നീടുള്ള അന്വേഷണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിണറായി വിജയന്റെ വത്സല വിശ്വസ്ത വിനീത വിധേയനായിരുന്നു എച്ച് വെങ്കടേശ്. കേരള പോലീസ് സേനയിലെ ഏറ്റവും കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നിയമിച്ചു എന്ന് പറയുമ്പോൾ നെഞ്ചത്തല്ല തലേ കൈവച്ച് പോവുകയാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും ഇതൊരു പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഴത്തിൽ പരിശോധിച്ച ഒരാളെന്നുള്ള നിലയിലും എനിക്ക് ഈ ദേവസ്വം ബെഞ്ചിനോട് പറയാനുള്ളത് ഒരു ചുക്കും ചുണ്ണാമ്പും ഇതിനകത്ത് നടന്നില്ല എന്നാണ്. നമസ്കാരം. 2025 സെപ്റ്റംബറിലാണ് കേരളത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പുറത്തു വന്നത്. പിന്നീട് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. പ്രത്യേക അന്വേഷണ സംഘത്തെയും അതിലെ ഉദ്യോഗസ്ഥരെയും കോടതി തന്നെ തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. ഇതിനുശേഷം ചില അറസ്റ്റുകളുണ്ടായി. സ്വാഭാവിക ജാമ്യം നേടി പ്രതികളെല്ലാം പുറത്തിറങ്ങി. സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും പറയട്ടെ, ഈ വിഷയത്തെക്കുറിച്ച് ഏകദേശം 50 വീഡിയോയിലധികം ചെയ്തത് DNA ന്യൂസിലൂടെ അഡ്വക്കേറ്റ് KM ഷാജഹാൻ സാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ പല നിരീക്ഷണങ്ങളും അദ്ദേഹം വെറുതെ പറയുകയായിരുന്നില്ല. അതിൻ്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അതിനെ വിശകലനം ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ചർച്ചകളും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിൽ പലതും ഏകദേശം ശരിയായി വന്നു എന്നുള്ളതും ഒരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഒരു പരിധിവരെ എന്ന് ഞാൻ പറഞ്ഞത് ബാക്കി പകുതി പല തിരിമറികളും അട്ടിമറികളും നടന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. സാധാരണ ഒരു മനുഷ്യൻ്റെ യുക്തിക്ക് നിരക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ചില കാര്യങ്ങൾ കൂടി ഈ സംഭവത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഞങ്ങളന്ന് ഉറപ്പിച്ചു പറഞ്ഞൊരു കാര്യം, ഈ കേസ് അട്ടിമറിക്കപ്പെടും എന്നുള്ളതാണ്. അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. മെനിഞ്ഞാന്ന് പ്രത്യേക അന്വേഷണ സംഘം തന്നെ പറഞ്ഞു, ഈ കേസ് അട്ടിമറിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്ന് സംശയിക്കുന്നു എന്ന് SIT പറയേണ്ടിയിരുന്നത് ഇപ്പോഴല്ല. ഈ സംശയം നമ്മൾ ഉൾപ്പെടെയുള്ള പലരും മുമ്പ് തന്നെ ഉന്നയിച്ചിരുന്നതാണ്. ഇപ്പോൾ ഇത് പറയുമ്പോൾ ഇതിൻ്റെ അന്വേഷണ സംഘത്തിൻ്റെ തലവൻ H വെങ്കടേഷാണ്. അദ്ദേഹം ഇതിന് ഉത്തരം പറഞ്ഞല്ലേ മതിയാവൂ? അല്ല, ഇത് എനിക്ക് 2025 ഓഗസ്റ്റിൽ മറ്റാണ് ആദ്യമായിട്ട് ഇത് പുറത്തേക്ക് വരുന്നത്. അത് സ്വമേധയാ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച്, നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ 2 പേരാണ്, A രാജാ വിജയരാഘവനും KV ജയകുമാറും അടങ്ങുന്ന ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് ഇത് പുറത്തേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം എനിക്കൊന്ന് 12-13 ഇടക്കാല ഉത്തരവുകൾ ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ചു. എനിക്കൊന്നൊരു വിഷയത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്ര ഇടക്കാല ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത്. അതോടൊപ്പം തന്നെ അത് അന്വേഷിക്കുന്ന ശബരിമല കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണം എന്ന് കോടതി പറഞ്ഞു. എന്ന് മാത്രമല്ല, ആ അന്വേഷണ സംഘത്തിലെ അതിൻ്റെ തലവൻ മുതൽ അതിലെ താഴെത്തട്ടിലെ പോലീസുകാരൻ വരെ ഉള്ളവരാരായിരിക്കണം എന്ന് ദേവസ്വം ബെഞ്ച് പറഞ്ഞു. അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ചിട്ട് ദേവസ്വം ബെഞ്ച് പറഞ്ഞു. എന്തൊക്കെ ക്രമക്കേടുകളാണ് ഇതുമായി ബന്ധപ്പെട്ടത് നടന്നത് എന്നതും ദേവസ്വം ബോർഡ് പുറത്തു കൊണ്ടുവന്നു. അതിനകത്ത് 9 ഗൂഢാലോചനകൾ അന്വേഷിക്കണം എന്ന് ദേവസ്വം ബെഞ്ച് പറഞ്ഞു. അപ്പോൾ ഈ നിലയിൽ നമ്മൾ ഹൈക്കോടതിയുടെ കേരളത്തിലെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കൊള്ള അല്ലെങ്കിൽ ഒരു ക്രമക്കേട് അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നീതിന്യായ വ്യവസ്ഥ അല്ലെങ്കിൽ കേരളത്തിലെ ഹൈക്കോടതി ഇത്രയധികം താല്പര്യം കാണിച്ച, ഇത്രയധികം ഇടപെടൽ നടത്തിയ വേറൊരു സംഭവം ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാകുമോ എന്ന് തന്നെ സംശയമാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മളേതാണ്ട് 50-ലധികമെങ്കിലും ഒരു അഭിമുഖങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയിട്ടുണ്ട്. ആ അഭിമുഖങ്ങളൊക്കെ എന്ന് മാത്രമല്ല, ഈ 2 തെരഞ്ഞെടുപ്പുകളെ നിയന്ത്രിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഇത് മാറി എന്നുള്ളതും നമ്മളിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പും ഈ നിയമസഭാ, അതായത് ഡിസംബർ 9-11 തീയതിയിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും April 9 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ 2 തെരഞ്ഞെടുപ്പിലും മുഖ്യ വിഷയമായി ഇത് മാറി. നമ്മൾ സ്വർണം കെട്ടവൻ ആരപ്പ എന്നുള്ള പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് വലിയ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കി. CPM-ൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടുള്ള A പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അതൊക്കെ വലിയ തെരഞ്ഞെടുപ്പ് വിഷയമായത് മാറുകയും ചെയ്തു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് തന്നെയാണ് നിയമിച്ചത്. അതെ, എനിക്ക് ഓർമ്മയുണ്ട് ആ ഇടക്കാല ഉത്തരവിൽ ഞങ്ങൾ ഒരുപാട് ചർച്ചകൾ നടത്തിയതിന് ശേഷമാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ തീരുമാനിച്ചത് എന്നും അവരെ കേരള പോലീസിലെ ഏറ്റവും
കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥരാണ്. ഊർജ്ജസ്വലരായി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരാണ് എന്നുമാണ് ഇടക്കാല ഉത്തരവിൽ പറഞ്ഞിരുന്നത്. അത് ഹൈക്കോടതിയുടെ ആ തീരുമാനത്തെ നമ്മൾ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് തന്നെ പല വീഡിയോകളും നമ്മൾ ചെയ്തതിന് ഞാൻ ഓർക്കുന്നു. ആ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തലവനായി വന്നത് അന്ന് ക്രൈംബ്രാഞ്ച് മേധാവി ആയി പിണറായി സർക്കാരിൻ്റെ കീഴിലിരുന്ന, ഇപ്പോഴും ക്രൈംബ്രാഞ്ച് മേധാവിയായി വി ഡി സതീശൻ സർക്കാരിൽ തുടരുകയും ചെയ്യുന്ന എന്ന് നമ്മളിപ്പോൾ പറയേണ്ടി വരും. എന്തായാലും അന്ന് അയാൾ ക്രൈംബ്രാഞ്ചിൻ്റെ മേധാവിയായിരുന്നു. അയാൾ ഏറ്റവും കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥനാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിലൊരു ശശിധരൻ അല്ലേ, ശശിധരൻ, അദ്ദേഹം അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനെയൊക്കെ മുക്തകണ്ഠമായി നമ്മൾ പ്രശംസിച്ചു. അങ്ങനെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തു. ഇപ്പോൾ നമ്മളത് വീണ്ടും എടുക്കാൻ കാരണം എന്താ? ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്ന് ഇപ്പോൾ വി ഡി സതീശൻ സർക്കാർ ഇരിക്കുമ്പോൾ അന്വേഷണ സംഘ തലവൻ എച്ച് വെങ്കടേഷ് പറഞ്ഞതായിട്ട് വാർത്തകൾ വരുന്നു. സ്വാഭാവികമായത് ഞെട്ടലോടുകൂടിയേ നമുക്ക് കേൾക്കാൻ കഴിയുള്ളൂ. കാരണം 2025 എനിക്ക് തോന്നുന്നത് സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു ഈ അന്വേഷണ സംഘത്തെ തീരുമാനിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നത്. ആ ഉത്തരവ് വന്നതിന് ശേഷം ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 8 മാസക്കാലം ഈ ശബരിമല പെരുങ്കൊള്ള അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഈ എച്ച് വെങ്കടേഷ് എന്ന് പറഞ്ഞ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് തന്നെ കേരള പോലീസ് സേനയിലെ ഏറ്റവും കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞ, തങ്ങൾ ഒരുപാട് ചർച്ചകൾക്ക് ശേഷം, എനിക്ക് ഓർമ്മയുണ്ട് ആ വാക്കുകൾ, ഇറ്റ് വാസ് ആഫ്റ്റർ മച്ച് ഡെലിബറേഷൻസ് എന്നാണ് പറഞ്ഞത്, ഞങ്ങൾ ഒരുപാട് ചർച്ചകൾ നടത്തി കണ്ടുപിടിച്ചതാണെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പറഞ്ഞ ഈ ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 7-8 മാസം ശബരിമല പെരുങ്കൊള്ളയുടെ അന്വേഷണം എങ്ങനെയാണ് പോയത് എന്നത് നമ്മളൊന്ന് വിശകലനം ചെയ്തേ മതിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വിശകലനം പലതുകൊണ്ടും പ്രധാനമാണ്. ആ വിശകലനം നമ്മൾ നടത്തുമ്പോൾ ആ വിശകലനം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ്. എ വിജയരാഘവനും കെ വി ജയകുമാർ. കാരണം അവരാണല്ലോ ഇയാളെ ഈ SITയുടെ തലവനായി നിയമിച്ചത്. അയാളുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ വന്നു. നമ്മൾ തന്നെ അന്വേഷണത്തെക്കുറിച്ചിട്ട് വിമർശിച്ചിരുന്നു. ആ വിമർശിച്ച ഘട്ടങ്ങളിലെല്ലാം ഈ അന്വേഷണ സംഘത്തിൻ്റെ പുറകിൽ പാറ പോലെ ഉറച്ചു നിൽക്കുകയായിരുന്നു അന്നത്തെ ദേവസ്വം ബെഞ്ച്. നിരന്തരം ഞങ്ങൾ അവർക്ക് ഒരു വിശ്വാസമുണ്ട്, ഞങ്ങൾ അവരുടെ റിപ്പോർട്ട് പരിശോധിച്ചു, അങ്ങനെ ഇങ്ങനെ മറ്റേത് സമയം കൊടുക്കണം എന്ന് അവർ ചോദിച്ച സമയങ്ങളൊക്കെ നീട്ടിക്കൊടുത്തു. അല്ല, ഇപ്പോഴും അന്വേഷണം അനന്തമായി ഇങ്ങനെ അന്വേഷണം. അല്ല, ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ജൂലൈ മാസമായി, ജൂലൈ, ഓഗസ്റ്റ്, 1 മാസം കൂടി കഴിഞ്ഞ് 1.5 മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 വർഷമായി അന്വേഷണം തുടങ്ങിയിട്ട്. 1 വർഷം. അപ്പോൾ ഇതിനകത്ത് ദേവസ്വം ബെഞ്ചിനും കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്താണെന്ന് ചോദിച്ചാൽ, ദേവസ്വം ബെഞ്ച് ഇടക്കാല ഉത്തരവുകളൊക്കെ ഇറക്കുമ്പോൾ പറയുന്നത് എന്താ? കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മതവിഭാഗത്തിൻ്റെ മഹാക്ഷേത്രം ആണുള്ളത് ശബരിമല. ആ മഹാക്ഷേത്രത്തിൽ ഹിന്ദുമത വിശ്വാസികൾ കാണിക്കയായി കൊടുത്ത ശതകോടികളുടെ സ്വർണം മോഷണം പോയിരിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയവരാര്, ആ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരാര്, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നത് കോടതിയുടെ അനിവാര്യമായിട്ടുള്ള ഉത്തരവാദിത്വമാണ്. അത് നിർവഹിച്ചേ ഞങ്ങൾ പിന്നോട്ട് പോകൂ എന്ന് ഈ ദേവസ്വം ബെഞ്ച് പലപ്പോഴും പറയുകയും അത് നമ്മളെപ്പോലുള്ള പൊട്ടന്മാർ അതെല്ലാം ശരിയാവുകയും ദേവസ്വം ബെഞ്ചിനെ നമ്മൾ കൈയടിക്കുകയും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു. ആദ്യമായി ദേവസ്വം ബെഞ്ചിനോടാണ് ഒരു ചോദ്യം ചോദിക്കാൻ. ഈ അന്വേഷണം ഇപ്പോൾ 8 മാസം പൂർത്തിയായിരിക്കുന്ന സാഹചര്യത്തിൽ എവിടെ എത്തി ഈ കേസ് എന്ന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഒന്ന് വിലയിരുത്തണം. കാരണം അവരാണല്ലോ ഇത് മുഴുവൻ, അവരുടെ നിരീക്ഷണത്തിലാണല്ലോ ഇത് മുഴുവൻ നടന്നത്. അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ത് നടപടിയെടുത്താലും അത് അവരെ അറിയിച്ചേ ചെയ്യാൻ പാടുള്ളൂ, അല്ലേ എന്നാണല്ലോ പറഞ്ഞിരുന്നത്. അപ്പോൾ 8 മാസം കൊണ്ട് എന്ത് സംഭവിച്ചു? ബഹുമാനപ്പെട്ട ന്യായാധിപന്മാർ ഒന്ന് നെഞ്ചത്ത് കൈവച്ചിട്ട് ഒന്ന് ചിന്തിക്കണം. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും ഇതൊരു പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഴത്തിൽ പരിശോധിച്ച ഒരാളെന്നുള്ള നിലയിലും എനിക്ക് ഈ ദേവസ്വം ബെഞ്ചിനോട് പറയാനുള്ളത്, ഒരു ചുക്കും ചുണ്ണാമ്പും ഇതിനകത്ത് നടന്നില്ല എന്നാണ്. അതിപ്പോൾ എന്ത് വിമർശനം വിധേയമായാലും എനിക്ക് പ്രശ്നമില്ല. ഒരു ചുക്കും ഇതിനകത്ത് നടന്നിട്ടില്ല. ഇതിൻ്റെ ഒരു അരികു പോലും, ഈ കൊള്ളയുടെ ഒരു അരികു പോലും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരു പ്രതിയെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതികളും സ്വാഭാവിക ജാമ്യം കിട്ടിപ്പോയി. ഇന്ന് ഈ നിമിഷം വരെ കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല.
അല്ല, ഞാനിത് ആലോചിക്കുന്നത് ഡിവിഷൻ ബെഞ്ച് ഇല്ലായിരുന്നെങ്കിൽ ഈ കേസിൻ്റെ ഗതി എന്താകുമായിരുന്നു എന്നുള്ളതാണ്. ഈ കേസിൻ്റെ പല ഘട്ടങ്ങളിലും ജസ്റ്റിസ് എ ബദറുദ്ദീൻ സാർ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടുകൾ ശക്തമായിരുന്നു. അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ ഈ ശങ്കർദാസ് പോലും ജയിലിലാകുമായിരുന്നില്ല. ഈ കേസ് എന്നേ തേഞ്ഞുമാഞ്ഞു പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടത്, ഇപ്പോൾ സുമേഷ് ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇതിൽ നിർണായകമായിട്ടുള്ള ഇടപെടൽ നടത്തി ജസ്റ്റിസ് എ ബദറുദ്ദീൻ. ജസ്റ്റിസ് എ ബദറുദ്ദീൻ നിർണായകമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ട് പോലും ഈ കേസ് എങ്ങും എത്തിയില്ല. അതെ, മനസ്സിലായില്ലേ? കാരണം ഇതിൻ്റെ അന്വേഷണ സംഘത്തിൻ്റെ സമീപനം സംബന്ധിച്ച് ജസ്റ്റിസ് എ ബദറുദ്ദീൻ പരോക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തങ്ങളുടെ കുഞ്ഞായി തങ്ങളുടെ ചിറകിനടിയിൽ വെച്ച് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഡിവിഷൻ ബെഞ്ച് ശ്രമിച്ചത്. എന്ത് സംഭവിച്ചു? എല്ലാവരും ജാമ്യത്തിൽ പോയി. ഈ 8 മാസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. എത്ര സ്വർണം പോയി എന്നറിയില്ല, അത് എങ്ങോട്ട് പോയി എന്നറിയില്ല, അതെന്താണ്, അതെന്ത് പ്രത്യാഘാതം ഇതിനകത്തുണ്ടാകും, ഒരു പിടിയും ഇല്ല. ഇതിനെക്കുറിച്ച് അജ്ഞാതമാണ്. ഇപ്പോൾ എവിടെ തുടങ്ങിയോ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആദ്യമായി ഇതിൽ മറുപടി പറയേണ്ടത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ്. കാരണം അവരാണ് ഈ പ്രതീക്ഷ ജനങ്ങൾക്കുണ്ടാക്കിയത്. അവരെയാണ് വിശ്വസിച്ചത്. കാരണം നമ്മൾ തന്നെ എത്രയോ തവണ പറഞ്ഞതാണ്. ജസ്റ്റിസ് രാജാ വിജയരാഘവൻ, കെ വി ജയകുമാർ, രാജാ വിജയരാഘവനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുൻ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ പിതാവിനെ കുറിച്ചുമൊക്കെ അതിലൊരു വലിയ വിശ്വാസം ഉണ്ടായിരുന്നു. അവരുടെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു. ആ പ്രത്യേക അന്വേഷണ സംഘത്തിലെ അംഗങ്ങളെ അവർ തന്നെ തിരഞ്ഞെടുക്കുന്നു. കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ അന്വേഷണം നടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു. പല ഘട്ടത്തിലും പിണറായി സർക്കാർ ഈ അന്വേഷണത്തിൽ ഇടപെടുമെന്നുള്ള വിമർശനം സുമേഷ് തന്നെ ഉന്നയിച്ച സമയത്തും ഒരു കാരണവശാലും അതുണ്ടാവില്ല. കാരണം കേരള ഹൈക്കോടതിയിലെ ഏറ്റവും സത്യസന്ധരായിട്ടുള്ള 2 ന്യായാധിപന്മാർ അവരുടെ നേതൃത്വത്തിൽ നടത്തുന്ന അന്വേഷണമായതുകൊണ്ട് ഇതിലൊരു സ്വാധീനവും നടക്കില്ല എന്ന് നമ്മൾ പറഞ്ഞത് 180% തെറ്റായിപ്പോയി എന്നല്ലേ ഇപ്പം കാണുന്നത്? തീർച്ചയായും നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇതിൽ എൻ വാസു എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്തു, CPM-ആയിട്ട് ബന്ധമുള്ള. പത്മകുമാർ എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്തു. ഇതാണ് ആകെപ്പാടെ ഇപ്പോഴും നടന്നിട്ടുള്ളത്. ഇപ്പോഴും അല്ല, ഇവിടെയാണ് അതായത് ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പ് ഉള്ള ഇടക്കാല ഉത്തരവിൽ അന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ PS പ്രശാന്തിൻ്റെ പങ്കിനെക്കുറിച്ച് കോടതി നിശിതമായി വിമർശിച്ചിരുന്നു. അത് താങ്കൾ ആ റിപ്പോർട്ട് വായിച്ചതാണ്. അതിനെക്കുറിച്ച് അപ്പോൾ ആ റിപ്പോർട്ട് വായിക്കുന്ന ഏതൊരാൾക്കും തോന്നുന്നത് വരുന്ന അടുത്ത ദിവസങ്ങളിൽ പ്രശാന്തിൻ്റെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ളതാണ്. ഇപ്പോഴും പ്രശാന്ത് സുരക്ഷിതനാണ്. അപ്പോൾ നമ്മളിത് വിശദമായി ചർച്ച ചെയ്യുമ്പം ഒന്നാമത്തെ വീഴ്ച അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ച ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെതാണ് എന്ന് പറയാൻ നമ്മൾ നിർബന്ധിതരാവുകയാണ്. ഇതെങ്ങും എത്തിയിട്ടില്ലെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ദേവസ്വം ബെഞ്ചിന് തന്നെയാണ്. കാരണം അവരാണ് നമ്മളിൽ ഈ പ്രതീക്ഷ തന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇതിനകത്തൂടെ കൊണ്ടുവരുന്നത് ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകിയ SIT-യുടെ തലവനായിട്ടുള്ള H. വെങ്കടേഷിൻ്റെ ഈ കേസിനോടുള്ള സമീപനമാണ്. നമ്മളത് പറയുമ്പോൾ തുടക്കത്തിൽ നമ്മൾ പറയുന്നത് ഇയാളാണ് കേരളത്തിലെ പോലീസ് സേനയിലെ ഏറ്റവും പ്രഗത്ഭനും കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥനും എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇയാളെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇതിൻ്റെ അന്വേഷണം ലഭിച്ചത്. നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാൽ പിന്നീടുള്ള അന്വേഷണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിണറായി വിജയൻ്റെ വത്സല വിശ്വസ്ത വിനീത വിധേയനായിരുന്നു H. വെങ്കടേശൻ. അവിടെയാണ്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതോ ഒരു അനോണിമസ് കംപ്ലൈൻറ്റ് വന്നപ്പോൾ പിണറായി വിജയൻ ഈ H. വെങ്കടേഷിനെ വിളിച്ചു വരുത്തിയാണ് അന്ന് നിർദ്ദേശം കൊടുത്തത്. ഞാൻ ആലോചിച്ചത് ക്രൈംബ്രാഞ്ച് മേധാവിയാണെന്നുണ്ടാവും. പക്ഷെ നമ്മൾ പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കിടക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് H. വെങ്കടേഷ് എന്നാണ് നമ്മൾ മനസ്സിലായത്. അയാൾ പിണറായി വിജയൻ്റെ മുന്നിൽ മൂക്ക് മുട്ടയും മുട്ടിച്ചാണ് നിൽക്കുന്നത് എന്നാണ് എനിക്ക് ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. സാർ 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 അങ്ങനെ ചെയ്യാം സാർ സാർ ഇങ്ങനെ ചെയ്യാം സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വലിയ ജന്മിമാരുടെ മുന്നിൽ അടിയാളന്മാർ നിൽക്കുന്നത് പോലെ ഈ തോർത്തെടുത്ത് മുണ്ട് മടക്കി കുത്തിയത് താഴ്ത്തിട്ടിട്ട് തലയെ കെട്ടിയ തോർത്തെടുത്ത് നിൽക്കുന്ന പോലെ നിൽക്കുന്നവനാണ് ഈ H. വെങ്കടേശൻ നായർ. ഞാൻ പറഞ്ഞത് ഞെട്ടിക്കുന്ന കാര്യം കൂടെ ഞാൻ പറയാം, വിശദാംശങ്ങൾ ഞാൻ പറയാം. ഇപ്പോഴത്തെ മന്ത്രിസഭയിലുള്ള ഒരു മന്ത്രിയെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സാർ ഞാൻ അറസ്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചവനാണ് ഈ H. വെങ്കടേഷ്. ഇപ്പോഴുള്ള മന്ത്രിസഭയിൽ ഒരു മന്ത്രി പിണറായി വിജയനോട് അഭിപ്രായം ചോദിച്ചു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത്.
മനസ്സിലായി? ആരോപണം ഞാൻ പറയുന്നില്ല. അത് ആരാണെന്ന് ഞാൻ പറയാത്തത് അങ്ങനെ പറയുന്ന ഒരു മര്യാദയല്ല എന്നുള്ളത്. അപ്പം അതിന് പോലും തയ്യാറായ ഏറ്റവും ഈ പറഞ്ഞ പോലെ ഒരു അടിയാളനെക്കാൾ താഴ്ന്ന് പ്രവർത്തിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള എച്ച് വെങ്കിടേഷിനെ കേരള പോലീസ് സേനയിലെ ഏറ്റവും കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നിയമിച്ചു എന്ന് പറയുമ്പോൾ നെഞ്ചത്തല്ല തലേ കൈ വെച്ച് പോവുകയാണ്. അല്ലല്ല, അത് ഞാനത് മുമ്പ് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. സാർ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതാണ്, ഇത് ആദ്യം മുതൽ തന്നെ, അതായത് ഹൈക്കോടതി സ്വമേധയാ കേസ് എടുത്തത് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമാണ്. അതായത് പെട്ടെന്ന് ഇങ്ങനെ ഒരു വിഷയത്തിൽ പെട്ടെന്നൊരു അട്ടിമറി നടക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു പടിപ്പടിയായിട്ട് ഇതുപോലെയുള്ള ഒരു തോന്നൽ ജനങ്ങളിലെ ഇടയിലേക്ക് ഉണ്ടാക്കി കൊണ്ടുവന്ന് ആ തീവ്രത കുറയ്ക്കുക. ഇന്നിപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. അതാണ് അവരുദ്ദേശിച്ചതും. അപ്പോൾ ഇതിൽ ഇവരുടെ ഈ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് എന്തുകൊണ്ട് ഇയാളെ തന്നെ കൊണ്ടുവന്നു എന്നുള്ളതും ഇപ്പോഴും ദുരൂഹമായി നിൽക്കുന്നു. അതെ. ഇനി നമ്മൾ ആ കേസിൻ്റെ ഡെവലപ്മെൻറ്റ് നമ്മൾ നോക്കി. നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു ഇഞ്ച് അന്വേഷണം നീങ്ങിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ വിഷയം വലിയ ചർച്ചാ വിഷയമാവുകയും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ LDFൻ്റെ പരാജയത്തിന് ശബരിമല പെരുങ്കൊള്ള കാരണമാവുകയും ചെയ്തതിന് ശേഷം ഡിസംബർ 9-11 ശേഷം ഈ കേസ് ഒരിഞ്ച് നീങ്ങിയിട്ടില്ല. ഒരിഞ്ച്. എന്തുകൊണ്ട് ഒരിഞ്ച് നീങ്ങിയിട്ടില്ല? അതിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മറുപടി പറയണം. ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു പ്രതിയെയും ഡിസംബറിന് ശേഷം അറസ്റ്റ് ചെയ്തിട്ടില്ല. സർക്കാർ ഇപ്പോൾ മാറിയിട്ട് 42 ദിവസം കഴിഞ്ഞു, എന്നിട്ട് പോലും ഒരു പ്രതിയെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അതെ, മനസ്സിലായോ? അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എച്ച് വെങ്കടേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഉദ്യോഗസ്ഥൻ്റെ ആത്മാർത്ഥതയെക്കുറിച്ചിട്ട് നമ്മൾ ഗൗരവതരമായി നമ്മൾ ചിന്തിക്കണം. അവിടെ മാത്രമല്ല, അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ശങ്കർദാസ്, ഈ ശങ്കർദാസിൻ്റെ അറസ്റ്റ്, ശങ്കർദാസിൻ്റെ സമയത്ത് ഭരണസമിതിയിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് മെമ്പറായിരുന്ന മറ്റൊരാളുണ്ടല്ലോ, അയാൾ ആദ്യം അറസ്റ്റിലായ പേര് ഞാൻ ഓർക്കുന്നില്ല. അയാൾ അറസ്റ്റിലായിട്ട് പോലും ഈ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഒടുവിൽ ജസ്റ്റിസ് ബദറുദ്ദീൻ ഇടപെട്ട് അന്ത്യശാസനം നൽകിയതിനു ശേഷമാണ് ഇയാളെ വലിച്ചെടുത്ത് തൂക്കിയെടുത്ത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയതും അവിടെ നിന്ന് ജയിലിലേക്ക് കൊണ്ടുപോയതും സ്വാഭാവിക ജാമ്യം നേടി അയാൾ പുറത്തിറങ്ങിയതും. അതൊന്ന് അതിനപ്പുറത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഈ സർക്കാർ വന്ന് 42 ദിവസം കഴിഞ്ഞു, ഇപ്പോഴും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. അതെ. എന്നിട്ട് ഈ തലയ്ക്ക് വെളിവില്ലാത്തവന്മാർ ഇപ്പോൾ കുറ്റപത്രം അടുത്ത ആഴ്ച സമർപ്പിക്കുന്നത് കേൾക്കുന്നു. അതിന് ഒരാഴ്ച മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചിട്ട് ചോദ്യം ചെയ്യുന്നു. എന്തൊരു അസംബന്ധമാണ് ഇതെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇനി എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അനുഭവം എന്താ? എൻ്റെ വ്യക്തിപരമായ അനുഭവം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പോലീസ് ആസ്ഥാനത്ത് വെച്ച് തൻ്റെ ഔദ്യോഗിക മുറിയിൽ വെച്ച് പൊന്നാട, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പൊന്നാട ഇട്ട് കൊടുത്തൊരു ഉദ്യോഗസ്ഥനുടെ എസ് ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു ADGP, അയാൾക്കെതിരെ ഞാൻ പരാതി കഴിഞ്ഞ സെപ്റ്റംബറിലോ മറ്റോ കൊടുത്തതാണ്. ഒരു ഇഞ്ച് അതിനെക്കുറിച്ചിട്ട് അന്വേഷിച്ചിട്ടില്ല, എൻ്റെ മൊഴി എടുത്തിട്ടില്ല. മനസ്സിലായി? അപ്പം ഈ ഉദ്യോഗസ്ഥനെന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ വിശ്വസ്ത വിനീത വിധേയനായിരുന്നു. ആ വിധേയത്വവും ആ വിശ്വസ്തതയും കൊണ്ടാണ് ഇയാൾ ഈ കേസ് അന്വേഷിക്കാതിരുന്നത്. യഥാർത്ഥത്തിൽ ഈ കേസ് അട്ടിമറിച്ചതിന് പുറകിൽ ഈ എച്ച് വെങ്കടേഷ് എന്ന് പറഞ്ഞ SIT തലവന് ചെറുതല്ലാത്ത പങ്ക് ഉണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും. അയാൾ ഇപ്പോൾ ഈ കേസ് അട്ടിമറിച്ചു എന്നതിന് ശരിക്കും അയാൾക്കെതിരായിട്ടാണ് നടപടി എടുക്കേണ്ടത്. ആര് നടപടി എടുക്കും? ഞാൻ പറഞ്ഞത് നടപടി എടുക്കേണ്ടത് എന്ന് ഞാൻ പറയും. കാരണം അട്ടിമറിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ട് അയാൾ ഇപ്പോഴാണ് കണ്ടുപിടിക്കുന്നത്. പിന്നെ ആര് നടപടിയെടുക്കും എന്നുള്ള ചോദ്യം വളരെ രസകരമായിട്ടുള്ള ചോദ്യമാണ്. കാരണം വിജയന്റെ കാലത്തും അയാൾ ക്രൈംബ്രാഞ്ച് മേധാവി, സതീശന്റെ കാലത്തും അയാൾ ക്രൈംബ്രാഞ്ച് മേധാവി, ചെന്നിത്തലയുടെ കാലത്തും അയാൾ ക്രൈംബ്രാഞ്ച് മേധാവി. അപ്പൊ ഒരു കാര്യം ആലോചിക്കണം, അതായത് നമ്മൾ ഇതെല്ലാം വീക്ഷിച്ചു കൊണ്ടിരുന്ന സാധാരണക്കാരായ എന്നെ പോലെയുള്ള ഒരാൾക്ക് പോലും മനസ്സിലായി ഇത് അട്ടിമറി നടക്കുമെന്നുള്ള കാര്യം. അപ്പോൾ ഈ കേസിന്റെ കാര്യങ്ങളെല്ലാം അറിയാവുന്ന, ഈ കേസിലെ പ്രതികളെക്കുറിച്ചും അവരുടെ നിലപാടുകളെക്കുറിച്ചും ഒക്കെ അറിയാവുന്ന ഈ കേസിന്റെ അന്വേഷണ സംഘ തലവൻ അറിയില്ലായിരുന്നോ ഇത് അട്ടിമറിക്കുമെന്നുള്ള കാര്യം? ആ മറിക്കുന്നത് കൊണ്ടല്ലേ ശങ്കർദാസ് അറസ്റ്റിലാവാത്തത്? അങ്ങനെ ഒരു അട്ടിമറി നടന്നത് കൊണ്ടല്ലേ PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാത്തത്? അങ്ങനെ ഒരു അട്ടിമറി നടന്നത് കൊണ്ടല്ലേ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇരുന്ന് ഉള്ള ബന്ധത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരാത്തത്? അങ്ങനെ എത്രയോ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇത് അട്ടിമറിയാണ് എന്നുള്ളത് പൂർണ്ണമായി തെളിഞ്ഞിരിക്കുന്നു. ആ അട്ടിമറിയിൽ എച്ച് വെങ്കടേഷ് എന്ന് പറഞ്ഞ SIT അധ്യക്ഷനുള്ള പങ്കിനെ കുറിച്ചിട്ടാണ് ആർജവും ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് അന്വേഷിക്കേണ്ടത്.
പിന്നെ ഈ ഗവൺമെൻറ് അന്വേഷിക്കാതെ അങ്ങ് രക്ഷപ്പെട്ടു പോകാമെന്ന് ഈ ഗവൺമെൻറ് വിചാരിക്കരുത്. കാരണം ഈ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ കയറി, ഞാനിപ്പോൾ എന്താ വോട്ടിൻ്റെ കണക്ക് ഞാൻ നോക്കുകയാണ്. UDF ഒരു കോടി ചില്ലാനം വോട്ടാണ് കിട്ടിയത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, 102 പേരെ ജയിപ്പിക്കാൻ. CPM കിട്ടിയത് 81 ലക്ഷം വോട്ട്. അല്ല, CPM അല്ല, LDF. കോൺഗ്രസിന് 62 ലക്ഷം വോട്ടാണ് കിട്ടിയത്. CPM 47 ലക്ഷം വോട്ട്. മനസ്സിലായി? അപ്പൊ 1 കോടി പേര് വോട്ട് ചെയ്തിട്ടാണ് ഈ UDF അധികാരത്തിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് അവർ മറക്കരുത്. അവരെ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് ഏറ്റവും സുപ്രധാന വിഷയം ശബരിമല പെരുങ്കൊള്ളയായിരുന്നു. അതുകൊണ്ട് ശബരിമല പെരുങ്കൊള്ളയിൽ യഥാർത്ഥ പ്രതികളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ അതിൻ്റെ പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ ജനത്തിന് ഇവർക്കെതിരെ തിരിയാൻ കിട്ടുന്ന ആദ്യ അവസരത്തിൽ ഇവർ ജനം ഇവരുടെ കർണക്കുറ്റിക്കിട്ട് അടിക്കും എന്നുള്ളത് ഇവർ മനസ്സിലാക്കിയാൽ ഇവർക്ക് കൊള്ളാം. ഞാനൊരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിലും ഇത് ആഴത്തിൽ പഠിച്ച ഒരാളെന്നുള്ള നിലയിലും ഇതിൽ 19-ലധികം അഭിമുഖങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളെന്നുള്ള നിലയിലും എനിക്ക് സൂചിപ്പിക്കാനുള്ളത് H. വെങ്കടേശൻ എന്ന് പറഞ്ഞിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ഈ അന്വേഷണം അട്ടിമറിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ളത് എന്നാണ്. തീർച്ചയായും. കാരണം ഞാൻ അന്നും ഇന്നും എടുക്കുന്ന ഒരു നിലപാട്, ഒരിക്കലും ഇതിലെ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടില്ല എന്ന് തന്നെയാണ്. കാരണം അന്ന് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് അയാൾ പറഞ്ഞതാണ്, ദൈവതുല്യരായിട്ടുള്ള ചിലരെ ഞാൻ വിശ്വസിച്ചതാണ് തെറ്റ്. അതിൽ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. ഇപ്പോൾ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് കേട്ടു. പത്മകുമാർ ഒരു ഭീഷണി മുഴക്കി. അതിനുശേഷം പത്മകുമാറിനെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടി മാത്രമാണ് സ്വീകരിച്ചത്. എന്ന് മാത്രമല്ല, കോൺഗ്രസിൽ നിന്ന് മറുകണ്ഠം ചാടി വന്ന PS പ്രശാന്ത് എന്ന് പറയുന്ന ഒരു 7ാം കൂലിയെ, ഇതുപോലെയുള്ള നിരവധി മുതിർന്ന നേതാക്കൾ CPM ഉണ്ടായിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പോലെയുള്ള ഒരു താക്കോൽ സ്ഥാനത്ത് നിയമിച്ചെങ്കിൽ അതിൽ വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. അഴിമതിയുടെ പങ്ക് ഇവന്മാർ ഓരോരുത്തരും പങ്കിട്ടെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടില്ല. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന നമ്മൾ മണ്ടന്മാരാകും. ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു രാഷ്ട്രീയക്കാരൻ പോലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ശിക്ഷിക്കപ്പെടില്ല എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതാണ് നമ്മുടെ കേരള രാഷ്ട്രീയം. എന്തായാലും ഇത് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ പൊതുസമൂഹമാണ്. ഒരു കാര്യം കൂടി പറയാം. UDFകാർ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ പ്രവർത്തന മികവോ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തന രീതിയോ ഒന്നും കൊണ്ടല്ല നിങ്ങൾ അധികാരത്തിൽ വന്നത്. പിണറായി വിജയൻ എന്ന കേരളം ഏറ്റവും വെറുക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഭരണത്തോടുള്ള വെറുപ്പ്, ഇടതുപക്ഷ ഭരണത്തോടുള്ള അവജ്ഞ, ഈ കാരണങ്ങളാണ് നിങ്ങളെ അധികാരത്തിൽ എത്തിച്ചത്. കൂടുതൽ നെകളിച്ചാൽ ഈ പറയുന്ന കാലാവധിക്ക് മുമ്പ് തന്നെ തൂക്കിയെടുത്ത് പുറത്തെറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയും. കാരണം അവർ പിണറായി വിജയൻ എന്ന മനുഷ്യൻ്റെ കിരാത ഭരണം അനുഭവിച്ച് തഴമ്പിച്ച് വന്നവരാണ്. അതുകൂടി ഓർമ്മയിലിരിക്കട്ടെ. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉൾപ്പെടെയുള്ള വിശ്വാസികളുടെ വികാരമാണ് ശബരിമല. ആ ശബരിമലയിൽ ഇതുപോലെയുള്ള ഒരു പെരിങ്കൊള്ള നടന്നിട്ട് അതിൻ്റെ പേരിൽ അധികാരത്തിൽ കയറി ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിരിക്കാനാണ് ഭാവമെങ്കിൽ നടക്കില്ല, നടത്തിക്കില്ല, നടപടിയാകില്ല.